உங்கள் துக்கம் சந்தோஷமாய் மாறும். இயேசு கிறிஸ்துவின் அன்பு இன்று உங்களை சுத்தமாக்க போகிறது. Matthew chapter 6 and verse 9. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. Our Lord Jesus Christ taught us to pray like this. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ പഠിപ്പിച്ചു. Our Father who is in heaven. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Today we will continue. ഇന്ന് നാം അതിൽ തുടരുകയാണ്. Hallowed be your name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Our Father നമ്മുടെ who is in heaven. സ്വർഗ്ഗത്തിലിരിക്കുന്നു. Hallowed be your name. അങ്ങയുടെ നാമം വരണമേ. The Living Bible gives another translation. ലിവിംഗ് ബൈബിൾ മറ്റൊരു പരിഭാഷ നൽകുന്നു. It says, "Oh Father, അത് പറയുന്നു, അല്ലയോ പിതാവേ, may your name be honored for its holiness." അങ്ങയുടെ നാമം വിശുദ്ധമായിരിക്കാൻ അത് മാനിക്കപ്പെടട്ടെ. Your name is holy. അങ്ങയുടെ നാമം വിശുദ്ധം എന്ന്. Therefore let it be honored. അതുകൊണ്ട് അത് മാനിക്കപ്പെടട്ടെ. The Bible says, വേദപുസ്തകം പറയുന്നു, Leviticus chapter 19 and verse 2. ലേവ്യ പുസ്തകം 19:2. 1 Peter chapter 1 and verse 16. 1 പത്രോസ് 1:16 വാക്യം. God is holy. ദൈവം വിശുദ്ധൻ ആകുന്നു. God is holy. ദൈവം വിശുദ്ധൻ And he ആകുന്നു. says, as I am holy, you be holy. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. Well, we can never be holy. അതെ, നമുക്കൊരിക്കലും വിശുദ്ധരായിരിക്കുവാൻ കഴിയുകയില്ല. On our own efforts, we can never be holy. നമ്മുടെ സ്വന്തം ശ്രമം കൊണ്ട് ഒരിക്കലും വിശുദ്ധരായിരിക്കുവാൻ കഴിയുകയില്ല. Therefore our Father says, അതുകൊണ്ട് നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവ് പറയുന്നു, Leviticus 22 and verse 32. ലേവ്യ 22:32, I am the Lord who makes you holy. ഞാനാകുന്നു നിങ്ങളെ വിശുദ്ധമാക്കുന്ന യഹോവ. I will make you holy. ഞാൻ നിങ്ങളെ വിശുദ്ധരാക്കും. Oh my brother and sister, എന്റെ പ്രിയ സഹോദര സഹോദരി, for his holiness we love him. ദൈവത്തിന്റെ വിശുദ്ധി കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. For his holiness we honor him. ദൈവത്തിന്റെ വിശുദ്ധി കാരണമായി ദൈവത്തെ മാനിക്കുന്നു. But there is another reason to honor his name. എന്നാൽ ദൈവത്തിന്റെ നാമത്തെ മാനിക്കുവാൻ മറ്റൊരു കാരണമുണ്ട്. Because Ephesians chapter 4 and verse 6 says, എഫേസർ 4:6 വേദപുസ്തകം പറയുന്നു, there is only one God in heaven. സ്വർഗ്ഗത്തിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. And he is the Father of all. എല്ലാവർക്കും പിതാവായവൻ. One God. ഒരു ദൈവം. And one Father of all. എല്ലാവർക്കും പിതാവായവൻ ഒരുവൻ. Who does not like his father's name? ആർക്കാണ് തന്റെ പിതാവിന്റെ പേര് ഇഷ്ടപ്പെടാത്തത്? All of us love our father. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പിതാക്കന്മാരെ ഇഷ്ടമുണ്ട്. I had a wonderful colleague in my bank when I was working in the bank. ഞാൻ ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ എനിക്ക് നല്ല സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു. His name was Mr. R.J. Basu. അവന്റെ പേര് R.J. ബാസു എന്നായിരുന്നു. Very senior to me. എന്നെക്കാൾ വളരെയധികം ഉയർന്ന ആള്. But he loved his father, Mr. R. Janardhanan, very much. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് R. ജനാർദ്ദനനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. Although his father was dead and gone so many years earlier, അനേകം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു മൺമറഞ്ഞിരുന്നുവെങ്കിലും he never changed the name board in his home. തന്റെ ഭവനത്തിലെ നെയിം ബോർഡ് ഒരിക്കലും അദ്ദേഹം മാറ്റിയില്ല. It used to say Mr. R. Janardhanan. ആ ബോർഡ് പറഞ്ഞെങ്കിലാണ് മിസ്റ്റർ R. ജനാർദ്ദനൻ. His telephone was in the name of his father. ആ വീട്ടിലെ ടെലിഫോണും പിതാവിന്റെ പേരിൽ ആയിരുന്നു. The electricity bill will come in the name of his father. ഇലക്ട്രിസിറ്റി ബില്ല് പിതാവിന്റെ പേരിലാണ് വന്നിരുന്നത്. Everywhere he retained his father's name. എല്ലായിടത്തും തന്റെ പിതാവിന്റെ പേര് അദ്ദേഹം നിലനിർത്തി. He loved him. അദ്ദേഹം പിതാവിനെ സ്നേഹിച്ചിരുന്നു. That is why today we also love him. അതുകൊണ്ടാണ് നാമും പിതാവിനെ സ്നേഹിക്കുന്നത്. We love the name of our Father in heaven. സ്വർഗ്ഗത്തിലെ നമ്മുടെ പിതാവിന്റെ പേര് നാം സ്നേഹിക്കുന്നു. That's why Psalm 8:1 and 9. സങ്കീർത്തനം 8:1-9 It says, "Oh Lord, അല്ലയോ കർത്താവേ, our Lord, ഞങ്ങളുടെ യഹോവേ, how excellent is your name on earth." നിന്റെ നാമം ഭൂമിയിലെങ്ങും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. Your name is excellent. അങ്ങയുടെ നാമം ശ്രേഷ്ഠമായിരിക്കുന്നു. Oh, because he is our Father. കാരണം എന്ത്? ദൈവം നമ്മുടെ പിതാവ് ആകുന്നു. Think of our earthly fathers. നമ്മുടെ ഭൂമിയിലെ പിതാവിനെ ഓർക്കുവിൻ. Though they have been strict with us, അവർ നമ്മോട് വളരെ ചിട്ടയുള്ളവർ എങ്കിലും how much they loved us. എത്രമാത്രം അവർ നമ്മെ സ്നേഹിച്ചു. How many sacrifices they made for us. നമുക്ക് വേണ്ടി എത്ര അധികം ത്യാഗങ്ങൾ അവർ ഏറ്റെടുത്തു. I always remember one very sad incident. എപ്പോഴും ഞാനൊരു ദുരന്തമായ സംഗതി It ഓർക്കാറുണ്ട്. happened in South Africa. അത് സൗത്ത് ആഫ്രിക്കയിൽ സംഭവിച്ചു. A 16-year-old boy once met with an accident. ഒരു 16 വയസ്സുള്ള ബാലൻ അവനൊരു ആപൽക്കടത്തിൽപ്പെട്ടു. He was admitted in a hospital. അവൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. The doctor saved his life. ഡോക്ടർമാർ അവന്റെ ജീവിതത്തെ രക്ഷിച്ചു. But he lost the power of speaking. എന്നാൽ സംസാരിക്കാനുള്ള ശേഷി അവന് നഷ്ടപ്പെട്ടു പോയി. His father used to come to the hospital every day. ഓരോ ദിവസവും അവന്റെ പിതാവ് ആശുപത്രിയിലേക്ക് വരുമായിരുന്നു. He'll be talking to his son 4 hours, 3 hours like that.
4 മണിക്കൂർ 3 മണിക്കൂർ തുടർച്ചയായി തന്റെ പുത്രനോട് ആ പിതാവ് He will സംസാരിച്ചുകൊണ്ടേയിരിക്കും. tell him, അവനോട് പറയും, son, മകനെ, can you not talk back? നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ലേ? Can you not answer one of my questions? എന്റെ ചോദ്യത്തിന് ഒന്നും തന്നെ ഉത്തരം പറയാൻ കഴിയുകയില്ലേ? Every day he will come, ഓരോ ദിവസവും അദ്ദേഹം വരും, spend hours with his son. തന്റെ മകനോട് ചേർന്ന് മണിക്കൂറുകൾ ചെലവിടും. But his son will be only staring at him എന്നാൽ ആ മകനോ പിതാവിനെ തുറിച്ചു നോക്കുക because മാത്രം his ചെയ്യും. power of speech was gone. കാരണം എന്താ? സംസാര ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. One evening came, ഒരു സായാഹ്നം ആഗതമായി. he went on talking and talking and talking to his son. തന്റെ പുത്രനോട് പിതാവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു. The time came for him to leave. അദ്ദേഹം പുറപ്പെട്ടു പോകേണ്ട സമയമായി. He looked at his son. തന്റെ മകനിലേക്ക് നോക്കി. Goodbye, son. ഗുഡ് ബൈ മകനെ. Dad will come tomorrow. പിതാവ് നാളെ വരും. Dad will come tomorrow. ഡാഡ് നാളെ വരും. As he was about to leave, അങ്ങനെ പോകാൻ പുറപ്പെടുമ്പോൾ he had a heart attack. ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. With a terrible pain. വളരെ കടുത്ത വേദന. He screamed. അദ്ദേഹം നിലവിളിച്ചു. Put his hand on his chest. തന്റെ നെഞ്ചിൽ അദ്ദേഹം കൈവച്ചു. And he fell dead. ആ നിലത്ത് വീണ് മരിച്ചുപോയി. The young boy was sitting in his bed. തന്റെ കിടക്കയിലെ ബാലൻ ഇരിക്കുകയായിരുന്നു. Probably in his wheelchair. ആ വീൽ ചെയറിൽ ഇരുന്നിരിക്കാം. He didn't know what to say. അവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. He did not know what to do. എന്ത് ചെയ്യണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. He wanted to cry for help. അവൻ സഹായത്തിനോട് കരയാൻ Right താല്പര്യപ്പെട്ടു. before his eyes. തന്റെ കൺമുൻപിൽ തന്നെ His father fell dead. തന്റെ പിതാവ് വീണു മരിച്ചു. Without his knowledge, അവന്റെ അറിവ് കൂടാതെ തന്നെ he tried to scream. അവൻ കരയാൻ തുടങ്ങി. And he screamed. അവൻ കരഞ്ഞു വിളിച്ചു, Help! സഹായം, Help! സഹായിക്കണേ, My dad is not well. എന്റെ പിതാവിന് സുഖമില്ല, Help! സഹായിക്കണേ. And the doctors rushed him. ഡോക്ടർമാർ ഓടി അവിടെ എത്തി. They could not save his father. പിതാവിനെ രക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. But they were so happy, the power of speech came back to him. എന്നാൽ അവർക്ക് വളരെ സന്തോഷമായി. മകന് സംസാരശേഷി തിരിച്ചു വന്നിരിക്കുന്നു. It's a true story. ഇത് യഥാർത്ഥ സംഭവമാകുന്നു. Do you think he will ever forget his father? തന്റെ പിതാവിനെ ആ ബാലൻ എപ്പോഴെങ്കിലും മറന്നുകളയുമോ? Never. ഒരിക്കലുമില്ല, Never. ഒരിക്കലുമില്ല. He would have been saying again and again, അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം, my father loved me എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചു, and gave himself for me. എനിക്ക് വേണ്ടി തന്നെ ബലിയാക്കി. That is why we are proud to call him as our father. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മുടെ പിതാവ് എന്ന് നാം വിളിക്കുന്നത്. God loves us. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. 1 John 4:8 says, 1 യോഹന്നാൻ 4:8 പറയുന്നു, God is love. ദൈവം സ്നേഹം തന്നെ. God is love. ദൈവം സ്നേഹം തന്നെ. Oh my brother, എന്റെ പ്രിയ സഹോദര, my sister, എന്റെ സഹോദരി, that is why we love him. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. That is why we honor his name. അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെ നാം മാനിക്കുന്നു. That's why we say, അതുകൊണ്ട് നാം പറയുന്നു, let thy name be hallowed. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. Oh, he loves us. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. Come on, give a good clap to Jesus. ദൈവത്തിന്റെ കരങ്ങളെ തട്ടി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. Amen. ആമേൻ. There was a man called Moses in the Bible. വേദപുസ്തകത്തിൽ മോശെ എന്ന പേരിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. God appeared to him. ദൈവം അവന് പ്രത്യക്ഷനായി. And the Bible says, വേദപുസ്തകം പിന്നെ in പറയുന്നു, Deuteronomy chapter 34 and verse 10, ആവർത്തനം 34 10 വാക്യത്തിൽ പറയുന്നു, Numbers chapter 12 and verse 8, സംഖ്യാപുസ്തകം 12 8 വാക്യം, God knew Moses face to face. ദൈവം മോശയെ മുഖാമുഖമായി അറിഞ്ഞിരുന്നു. He knew Moses intimately. മോശയെ വളരെ അടുത്ത് അറിഞ്ഞിരുന്നു. And Moses also knew God intimately. മോശയ്ക്കും ദൈവത്തെ വളരെ അടുപ്പത്തിൽ അറിയാമായിരുന്നു, Face to face. മുഖാമുഖമായി. And one day, എന്നാൽ ഒരു ദിവസം Moses asked God, what is your name? മോശെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങയുടെ പേര് എന്താകുന്നു? In Exodus chapter 3 and verse 14, പുറപ്പാട് പുസ്തകം 3:14 God said, ദൈവം my പറഞ്ഞു, name is this. എന്റെ പേരിതാകുന്നു, I am that I am. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു, I am who I am. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. In Malachi chapter 3 and verse 6, മലാഖിയുടെ പുസ്തകം 3:6 വാക്യം, he said, I am the Lord, I change not. ഞാൻ മാറ്റമില്ലാത്ത ദൈവമാകുന്നു ദൈവം പറഞ്ഞു. Any day I am that I am. ഞാൻ ആകുന്നവൻ ഞാൻ തന്നെ ആകുന്നു എല്ലാ ദിവസവും. Deuteronomy 32 and verse 40, ആവർത്തന പുസ്തകം 32:40 വാക്യം, he said, I live forever. ഞാൻ എന്നേക്കും ജീവിക്കുന്നു എന്ന് ദൈവം I പറഞ്ഞു. am that I am. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. And Psalm 9:7, സങ്കീർത്തന പുസ്തകം 9:7, Psalm 102 12 and 26, സങ്കീർത്തനം 102 12 27 in Psalm 104 and verse 31, സങ്കീർത്തനം 104 131 he says, I endure forever. ഞാൻ എന്നേക്കും ജീവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. And in Isaiah 44 and verse 6,
യെശയ്യാവ് 44:6 വാക്യം. He says, I am the first ഞാൻ and I ഒന്നാമനാകുന്നു am the പറഞ്ഞിരിക്കുന്നു. last. ഞാൻ അന്ത്യവും ആകുന്നു. What a privilege. എത്ര വലിയ പദവി. My precious brothers and sisters. എന്റെ വിലയേറിയ സഹോദരി What a സഹോദരന്മാരെ, wonderful thing it is to know that we have an everlasting Father in heaven. നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു നിത്യപിതാവ് ഉണ്ട് എന്ന് അറിയുന്നത് എത്ര വലിയ സന്തോഷം ആകുന്നു. Someone who does not change in his attitude. തന്റെ മനോഭാവത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം. Numbers 23:19 says. സംഖ്യാപുസ്തകം 23:19. 1 Samuel 15:29 says. 1 ശമൂവേൽ 15:39. He never goes back on his word. ദൈവം തന്റെ വാക്കുകളിൽ മാറിപ്പോകുന്നില്ല. He will never tell a lie. ദൈവം ഒരിക്കലും കളവ് പറയുകയില്ല. Hebrews 6:18 tells us so. എബ്രായർ 6:18 അങ്ങനെ പറയുന്നു. In a particular city there was a very rich man. ഒരു പ്രത്യേക പട്ടണത്തിൽ വളരെ ധനികനായ ഒരു മനുഷ്യൻ He had only ഉണ്ടായിരുന്നു. one son. അവന് ഒരു മകൻ മാത്രമേ ഉള്ളൂ. And he would wait for his son to come in the evening. സായാഹ്നത്തിൽ മകൻ മടങ്ങി വരേണ്ടതിനു വേണ്ടി കാത്തിരിക്കും. His son will come back from the school. സ്കൂളിൽ നിന്ന് മകൻ ഭവനത്തിലേക്ക് വരും. He will tell his dad all that happened in the school. സ്കൂളിൽ സംഭവിച്ച സംഗതികളൊക്കെയും താൻ പിതാവിനോട് പറയും. Oh, they will enjoy it. അവർ ഇരുവരും വളരെ സന്തോഷിക്കും. Then he will go to his shop. പിന്നെ അദ്ദേഹം തന്റെ കടയിലേക്ക് പോകും. The son will go to study. മകൻ പഠിക്കുവാനായി പോകും. One day this man suddenly died. ഒരു ദിവസം ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി. The boy wept and wept. ആ ബാലൻ കരഞ്ഞു കരഞ്ഞു വിലപിച്ചു. Finally he went to the school. അവസാനമായി അവൻ സ്കൂളിലേക്ക് പോയി. In the evening he came back. സായാഹ്നത്തിൽ അവൻ മടങ്ങി വന്നു. He forgot that his daddy was dead and gone. തന്റെ പിതാവ് മരിച്ചു പോയിരിക്കുന്നുവെന്ന് അവൻ ബാലൻ മറന്നുപോയി. He ran to his room. അവൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഓടി. Daddy! ഡാഡി എന്ന് വിളിച്ചു. No response. യാതൊരു Then he realized അപ്പോഴാണ് അദ്ദേഹം his മനസ്സിലാക്കിയത് dad is gone. തന്റെ പിതാവ് പോയല്ലോ. Then he ran to the cemetery. പിന്നെ അവൻ സെമിട്രിയിലേക്ക് ഓടിപ്പോയി. He sat by the അവൻ കല്ലറയുടെ tomb of his സമീപത്തിരുന്നു. father തന്റെ പിതാവിന്റെ കല്ലറയ്ക്ക് സമീപത്ത് ഇരുന്നു. and began to tell him all that happened. പിന്നെ സംഭവിച്ചതെല്ലാം പറയാൻ തുടങ്ങി. Dad, this happened today. പിതാവേ ഇത് ഇന്ന് സംഭവിച്ചു. Dad, this happened today. പിതാവേ ഇതിന്ന് സംഭവിച്ചു. Went on speaking. അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. After some time he said, അല്പനേരത്തിന് ശേഷം പറഞ്ഞു, Dad, പിതാവേ. talk back, Dad. പിതാവേ എന്നോട് മറുപടിയായി Speak സംസാരിക്കൂ. back, Dad. പിതാവേ സംസാരിക്കൂ. Daddy, ഡാഡി speak to me. എന്നോട് സംസാരിക്കണമേ. Dad never spoke. ആ പിതാവ് പിന്നെ സംസാരിച്ചില്ല. We lose our earthly fathers like that. ഇതുപോലെ നമ്മുടെ ലോകത്തിലെ പിതാക്കന്മാർ നഷ്ടമാകും. But we have a heavenly Father who never died. എന്നാൽ ഒരിക്കലും മരിക്കാത്ത സ്വർഗ്ഗസ്ഥ പിതാവ് നമുക്കുണ്ട്. My father was serving in the Second World War. എന്റെ പിതാവ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പ്രവർത്തിച്ചിരുന്നു. He went in the army to Italy to fight Hitler. അദ്ദേഹം ഹിറ്റ്ലറോട് പോരാടേണ്ടതിനു വേണ്ടി ഇറ്റലിയിൽ One അദ്ദേഹം night പോയി. they were marching till middle of the night. ഒരു രാത്രിയിൽ അദ്ദേഹം അർദ്ധരാത്രി വരെയും മാർച്ച് ചെയ്തു. And the commander said, halt. കമാൻഡർ പറഞ്ഞു ഹോൾട്ട് ചെയ്യാം. Oh, it was terrible snow everywhere. എല്ലായിടത്തും കടുത്തതായിട്ടുള്ള മഞ്ഞ് So പൊഴിഞ്ഞുകൊണ്ടിരുന്നു. they dug trenches to go in and save themselves. അതുകൊണ്ട് തങ്ങളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ട്രഞ്ചസ് കുഴിച്ച് ഉള്ളിലേക്ക് പോയി. Over the trench they put tents. ട്രഞ്ചിന്റെ മുകളിൽ അവരെ കൂടാരമടിച്ചു. My father was very tired. എന്റെ പിതാവ് വളരെ ക്ഷീണിതനായിരുന്നു. He went to sleep. അദ്ദേഹം ഉറങ്ങിപ്പോയി. When he woke up in the morning, അദ്ദേഹം പ്രഭാതത്തിൽ he എഴുന്നേറ്റപ്പോൾ was horrified. അദ്ദേഹം ഭയന്നുപോയി. The whole trench was full of snow. ആ ട്രഞ്ച് മുഴുവനും സമ്പൂർണ്ണമായി മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. It has covered the tent also. ആ ടെന്റിനെയും അത് മറച്ചിരിക്കുന്നു. He knew nobody can find him. അദ്ദേഹത്തെ കണ്ടെത്താൻ ആർക്കും കഴിയുകയില്ല. There was a small crack in the ice. ആ ഐസില ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. He put his nose in that അദ്ദേഹം അതിലേക്ക് മൂക്ക് വെച്ചു. and got some fresh air to live. അതിലൂടെ അല്പം ജീവശ്വാസം അദ്ദേഹത്തിന് He ലഭിച്ചു. knew this is his tomb. ഇത് തന്റെ കല്ലറ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He thought of me. അദ്ദേഹം എന്നെ കുറിച്ച് He ഓർത്തു. thought of my mother. എന്റെ മാതാവിനെ ഓർത്തു. He thought of everybody. എല്ലാ ആളുകളെയും ഓർത്തു. And he told me. പിന്നെ എന്നോട് പറഞ്ഞു. Began to cry. അദ്ദേഹം കരയാൻ തുടങ്ങി. I will never see my wife. ഞാൻ എന്റെ ഭാര്യയെ കാണുകയില്ല. Never see my father. എന്റെ പിതാവിനെ കാണുകയില്ല. Never see my beloved son. എന്റെ പ്രിയ മകനെ കാണുകയില്ല. Then he realized. അപ്പോഴാണ് മനസ്സിലാക്കിയത്. There is a father in heaven. സ്വർഗ്ഗത്തിൽ ഒരു പിതാവ് ഉണ്ട്. There is a living father in heaven. സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. And he പിതാവുണ്ട്. cried out. അദ്ദേഹം കരഞ്ഞു വിളിച്ചു. Father, പിതാവേ, help me. എന്നെ സഹായിക്കണമേ. Father, പിതാവേ, help me. എന്നെ സഹായിക്കണമേ. It was exactly that time they were checking the roll call. ആ സന്ദർഭത്തിലായിരുന്നു ആളുകളുടെ പേരൊക്കെയും വിളിച്ച് റോൾ കോൾ ചെക്ക് ചെയ്യുന്നത്. They found my father missing. എന്റെ പിതാവിനെ അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Accidentally they knocked at the very place where he was lying. അവിചാരിതമായി അവർ എന്റെ പിതാവ് ആയിരുന്ന അതേ സ്ഥലത്ത് തന്നെ വന്ന് മുട്ടി. Oh, he brought him alive.
അവരെല്ലാരും അദ്ദേഹത്തെ They പുറത്തു brought him കൊണ്ടുവന്നു, alive. ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. My brother, എന്റെ സഹോദര, my sister, എന്റെ സഹോദരി, remember, ഓർക്കുവിൻ, I am that I am. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. I am that I am. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. The love of the people may change. ജനങ്ങളുടെ സ്നേഹമൊക്കെ മാറിപ്പോകും. God's love shall never change. ദൈവ സ്നേഹത്തിനോ മാറ്റമില്ല. You may say, I have no father. എനിക്ക് പിതാവില്ല നിങ്ങൾ പറഞ്ഞേക്കാം. My father is dead and gone. എന്റെ പിതാവ് മരിച്ചു മൺമറഞ്ഞു Or പോയി. my father is a drunkard. അല്ല, എന്റെ പിതാവ് മദ്യപാനിയാകുന്നു. No one to think of me. എന്നെ കുറിച്ച് ചിന്തിക്കുവാൻ ആരുമില്ല. Tonight, ഈ ദിവസം, now, ഇപ്പോൾ you have a heavenly father. നിങ്ങൾക്കൊരു സ്വർഗ്ഗസ്ഥ പിതാവ് ഉണ്ട്. He says, I live forever. ഞാൻ എന്നേക്കും ജീവിക്കുന്നു. And പിതാവ് I പറയുന്നു, live for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി I ജീവിക്കുന്നു. live for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. Another name Moses was getting from the Almighty Jehovah. സർവശക്തനായ ദൈവത്തിൽ നിന്ന് മോശയ്ക്ക് മറ്റൊരു പേര് ലഭിച്ചു. God gave another name to Moses. ദൈവം മോശയ്ക്ക് മറ്റൊരു പേര് നൽകി. If you read Exodus chapter 34, 6 and 7. പുറപ്പാട് പുസ്തകം 34, 6, 7 വാക്യങ്ങൾ നിങ്ങൾ God വായിക്കുമെങ്കിൽ said, Moses, ദൈവം പറഞ്ഞു, മോശേ, now let me tell you my real name. ഇപ്പോൾ ഞാൻ നിനക്ക് എന്റെ ശരിയായ പേര് പറഞ്ഞു തരട്ടെ. What did he say? എന്താണ് പറഞ്ഞത്? The Lord God, യഹോവയായ ദൈവം, merciful and gracious. കരുണയും കൃപയും ഉള്ളവൻ. Merciful and gracious. കരുണയും കൃപയും ഉള്ളവൻ. Oh, what a wonderful God he is. നമുക്കുള്ള ദൈവം എത്ര മഹത്തേറിയ My ദൈവം. precious brothers and sisters. എന്റെ വിലയേറിയ സഹോദരി He സഹോദരന്മാരെ, calls his name as mercy. ദൈവത്തിന്റെ പേര് കരുണ. What a wonderful God. എത്ര അത്ഭുതവാനായ ദൈവം. If you read the Bible, നിങ്ങൾ വേദപുസ്തകം വായിക്കുമെങ്കിൽ his mercies endure forever. ദൈവത്തിന്റെ കൃപയോ എന്നേക്കും നിലനിൽക്കുന്നു. If you read 1 Chronicles chapter 16, 34 and 41. ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായം 34, 35 വാക്യങ്ങൾ വായിച്ചാൽ, 2 Chronicles 5:13. 2 ദിനവൃത്താന്തം 5:13 വായിച്ചാൽ, Chapter 7, 3 and 6. 7-ാം അധ്യായം 3, 6 വാക്യങ്ങൾ വായിച്ചാൽ, Chapter 20 and verse 21. 20-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാൽ, We find that his mercy endures forever. ദൈവത്തിന്റെ കരുണയോ എന്നേക്കും നിലനിൽക്കുന്നു വായിക്കുന്നു. Psalm 106 and verse 1. സങ്കീർത്തനം 106-ന്റെ 1-ാം വാക്യം, Psalm 107 and verse 1. സങ്കീർത്തനം 107-ന്റെ 1-ാം വാക്യം, Psalm 118, 1 to 4. സങ്കീർത്തനം 118-ന്റെ 1 മുതൽ 4 വരെ, Psalm 136, 1 to 26. സങ്കീർത്തനം 136, 1 മുതൽ 26 വരെ, Psalm 138 and verse 8. സങ്കീർത്തനം 138, 8-ാം വാക്യം, Ezra chapter 3 and verse 11. എസ്ര 3-ന്റെ 11-ാം വാക്യം, Jeremiah 33 and verse 11. യിരെമ്യാവ് 33-ന്റെ 11-ാം വാക്യം. The Bible says, വേദപുസ്തകം പറയുന്നു, God's mercy endures forever. ദൈവത്തിന്റെ കരുണയോ എന്നേക്കും നിലനിൽക്കുന്നു. Oh, what a wonderful God. നമുക്കുള്ള ദൈവം എത്ര അത്ഭുതവാനായ ദൈവം. Moses, മോശേ, I am merciful. ഞാൻ കരുണയുള്ളവൻ. I am gracious. ഞാൻ കൃപയുള്ളവൻ. I am merciful, Moses. മോശേ, ഞാൻ കരുണയുള്ളവൻ. I am gracious, Moses. ഞാൻ കൃപയുള്ളവൻ മോശേ. If you read the Bible, നിങ്ങൾ വേദപുസ്തകം in വായിക്കുമെങ്കിൽ Psalm 86:15, സങ്കീർത്തനം 86:15, 103 and verse 8, 103-ാം അധ്യായം 8-ാം വാക്യം, 111 and verse 4, 111, 4-ാം വാക്യം, 116 and verse 5, 116-ാം സങ്കീർത്തനം 5-ാം വാക്യം, 145 and verse 8, 145, 8-ാം വാക്യം, Nehemiah chapter 9 and verse 17, നഹമ്യാവ് 9-ാം അധ്യായം 17-ാം വാക്യം, Joel chapter 2 and verse 13, യോവേൽ 2:13-ാം വാക്യം, Jonah verse 4 and verse 2. ജോന 4-ാം അധ്യായം 2-ാം വാക്യം. The Bible says, വേദപുസ്തകം പറയുന്നു, it says either God is merciful, ഒന്നുകിൽ ദൈവം കൃപയുള്ളവൻ, or God is full of compassion, ദൈവം മനസ്സലിവുള്ളവൻ, or God is gracious. അല്ല ദൈവം കൃപയുള്ളവൻ. One of these verses will be used. ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നു. One of these words will be used. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. But in my Tamil Bible, എന്നാൽ എന്റെ തമിഴ് വേദപുസ്തകത്തിൽ for everything it says compassion. എല്ലാറ്റിലും മനസ്സലിവെന്ന് ഉപയോഗിച്ചിരിക്കുന്നു. God is merciful. ദൈവം കരുണയുള്ളവൻ. That is his name. അതാണ് ദൈവത്തിന്റെ നാമം. In 1 Timothy chapter 3 and verse 16. 1 തിമോഥെയോസ് 3:16 This great God came down in the form of a person called Jesus into this world. और ये महान 2000 परमेश्वर years ago. ഈ വലിയവനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരൂപം എടുത്ത യേശുവിന്റെ നാമത്തിൽ ഭൂമിയിലേക്ക് ആഗതനായി. When he was in this world, യേശു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ, in John 14:9 he said, യോഹന്നാൻ 14:9 പറഞ്ഞിരിക്കുന്നു, He that sees me sees the invisible God, the merciful and gracious. എന്നെ കാണുന്നവൻ അദൃശ്യനായ ദൈവത്തെ കാണുന്നു, കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവത്തെ തന്നെ കാണുന്നു. How was he in this world?
എങ്ങനെയായിരുന്നു യേശു ഈ ഭൂമിയിൽ? I said God's name is I am that I am. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പേര് ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന്. When people asked him, who are you? നീ ആര് എന്ന് ജനങ്ങൾ യേശുവിനോട് ചോദിച്ചപ്പോൾ Lord Jesus said, യേശു കർത്താവ് പറഞ്ഞു, the Son of God said, ദൈവപുത്രൻ പറഞ്ഞു. in John 4:26, യോഹന്നാൻ 4:26, John 8:24, യോഹന്നാൻ 8:24, John 8:58, യോഹന്നാൻ 8:58, I am that I am. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. I am that I am. ഞാൻ ആകുന്നവൻ, ഞാൻ Same ആകുന്നു. God അതേ ദൈവം, who came in flesh. ജഡ അവതാരമെടുത്ത ദൈവം. I am God in flesh. ഞാൻ ജഡ അവതാരമെടുത്ത ദൈവമാകുന്നു. Now if you read the Bible, നിങ്ങൾ വേദപുസ്തകം വായിക്കുമെങ്കിൽ, if you read the Old Testament, നിങ്ങൾ പഴയ നിയമം when വായിക്കുമെങ്കിൽ, the Almighty God dealt with the people personally, സർവശക്തനായ ദൈവം വ്യക്തിപരമായി ജനങ്ങളോട് ഇടപെട്ടു. His power of creation stands out. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ശക്തി വളരെ പ്രകടമായി നിലകൊള്ളുന്നു. Romans 1:20 റോമർ 1:20 speaks about his power in creation. സൃഷ്ടിയിലുള്ള ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. Hebrews 1:3 says, എബ്രായർ 1:3 പറയുന്നു, he upholds the entire universe he has created by the word of his power. ദൈവം തന്റെ വചനത്തിന്റെ ശക്തിയാൽ സൃഷ്ടിച്ച ദൈവത്തെ ഒക്കെയും ഉള്ളങ്കൈയിലെ വസ്തു പോലെ സൂക്ഷിക്കുന്നു. Let us just take one example. നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. The power with which he holds back the ocean. ഈ സമുദ്രത്തെ ഒക്കെയും ദൈവം ഇങ്ങനെ തന്റെ കരശക്തിയാൽ കാത്തു സൂക്ഷിക്കുന്നു. If you read Job chapter 9 and verse 8, ഇയ്യോബിന്റെ പുസ്തകം 9-8 വാക്യം നിങ്ങൾ വായിക്കുമെങ്കിൽ, Psalm 136 and verse 4, സങ്കീർത്തനം 136 വാക്യം, all alone, ഏകനായി, only by himself, താൻ ഏകനായി with തന്നെ, no assistance from anyone. മറ്റു ആരിൽ നിന്നും യാതൊരു സഹായവും The തേടാതെ. Bible says വേദപുസ്തകം he is പറയുന്നു, the only one authorized to walk over the waves in the angry sea. ഈ കടുത്തതായിട്ടുള്ള മത്സരിച്ച് കിടന്നായിട്ടുള്ള സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കുവാൻ തക്കവണ്ണം യേശുവിന് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. Matthew 14:25 says, മത്തായി 14:25 പറയുന്നു, one night ഒരു രാത്രിയിൽ when the Lord Jesus Christ saw that his disciples were in agony in the raging Galilean waters, കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യഗണങ്ങളൊക്കെയും അവിടെ വളരെയധികം തിരമാലയുടെ മധ്യയായിരുന്ന ഗലീലക്കടലിലെ പടകിൽ ശിഷ്യരായിരുന്നപ്പോൾ യേശു ആ തിരമാലയുടെ മേളിൽ കൂടെ നടന്നു. yes, Matthew 14:25 tells us, അതേ മത്തായി 14:25 പറഞ്ഞിരിക്കുന്നു, and the disciples trembled. ശിഷ്യന്മാരൊക്കെയും വിറച്ചുപോയി. They thought it's an evil spirit. അതൊരു ഭൂതമാണ് എന്ന് അവർ വിചാരിച്ചു പോയി. Jesus said, യേശു പറഞ്ഞു, yes, I am. ഇത് ഞാൻ തന്നെ, Yes, I am that I am. ഞാൻ ആകുന്നവൻ ഞാൻ Have തന്നെ. you forgotten the Bible says I am the only one who can walk over the raging seas. ഈ ഇങ്ങനെ മത്സരിച്ച് കിടക്കുന്ന വെള്ളത്തിന്മേൽ നടക്കുവാൻ, സമുദ്രത്തിൽ നടക്കുവാൻ ഞാൻ മാത്രമേ, എനിക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ മറന്നുപോയോ? Jeremiah 5:22, യിരെമ്യാവ് 5:22, Job 38 and verse 11. ഇയ്യോബ് 38:11. In both the verses the Bible says ഈ രണ്ട് വാക്യങ്ങളിൽ വേദപുസ്തകം God പറയുന്നു, created the mighty ocean. ദൈവം വളരെയധികം ശക്തിയുള്ള He സമുദ്രത്തെ said you സൃഷ്ടിച്ചു. cannot cross the boundary I have set for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന അതിരെ നിങ്ങൾ കടക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവം പറഞ്ഞു. My word is that boundary. എന്റെ വചനമാകുന്നു അതിനുള്ള അതിർവരമ്പ്. Oh, what a wonderful God. എത്ര അത്ഭുതവാനായ ദൈവം നമുക്കുള്ളത്. And in Mark chapter 4 verse 39, മർക്കോസ് 4:39 വാക്യം, one day ഒരു when ദിവസം the Lord Jesus Christ was sailing in the Galilean sea, കർത്താവ് യേശു ക്രിസ്തു ഗലീല കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ he went to sleep യേശു ഉറങ്ങിപ്പോയി. and the waves roared. തിരമാലകളൊക്കെയും അതീവമായി A storm came കൊടുങ്കാറ്റടിച്ചു. and the boat was rocked ആ പടക മുങ്ങുമാറായി. and the disciples screamed for help. ശിഷ്യന്മാരൊക്കെയും സഹായത്തിനു വേണ്ടി നിലവിളിച്ചു. The Bible says വേദപുസ്തകം പറയുന്നു, he rose up യേശു എഴുന്നേറ്റു, and told the waves, ആ തിരമാലകളോട് പറഞ്ഞു, told the storm, കൊടുങ്കാറ്റിനോട് പറഞ്ഞു, have you forgotten I am that I am? ഞാനാകുന്നവൻ ഞാനാകുന്നു നിങ്ങൾ മറന്നുപോയോ? Have you forgotten my command to you? നിങ്ങളോടുള്ള എന്റെ കൽപ്പന നിങ്ങൾ മറന്നു കളഞ്ഞുവോ? Peace, be still. സമാധാനം, അടങ്ങുക, ശാന്തമാകാം. And there was peace. അവിടെ സമാധാനമുണ്ടായി. Cheer up, my brother. ധൈര്യപ്പെടുക എന്റെ സഹോദരൻ. You may be going through troubled waters today, ഇന്ന് നിങ്ങൾ കലങ്ങി മറിഞ്ഞ കലക്കത്തിലായിരിക്കാം. but the resurrected Jesus can stop it. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് അതൊക്കെയും അവസാനിപ്പിക്കുവാൻ കഴിയും. Secondly, രണ്ടാമതായി, the Almighty God said, my name is merciful and gracious. സർവശക്തനായ ദൈവം നമ്മോട് പറഞ്ഞു, എന്റെ പേരോ കരുണയുള്ളവൻ, കൃപയുള്ളവൻ. How was the Lord Jesus Christ? യേശു കർത്താവ് എങ്ങനെ ആയിരുന്നു? One thing I have found in the Bible is this. ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിരിക്കുന്ന ഒരു സംഗതി ഇതാകുന്നു. If you need a miracle from God,
ദൈവത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം വേണമെങ്കിൽ it is His compassion that will bring the miracle to you. ദൈവത്തിന്റെ മനസ്സിലുമാണ് നിങ്ങൾക്ക് അത്ഭുതം കൊണ്ടുവരുന്നത്. I always say this. ഞാൻ എല്ലായ്പ്പോഴും ഇത് I പറയാറുണ്ട്. have destroyed and worn out 6 full Bibles by reading and reading and reading to find out which will be the best way to approach Jesus Christ. യേശു ക്രിസ്തുവിനെ നേരിടുവാൻ തക്കവണ്ണം അഭിമുഖീകരിക്കുവാൻ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനം ഏതെന്ന് കണ്ടെത്തുവാൻ വേണ്ടി 6 വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് ഞാൻ അതൊക്കെയും ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. I found every time Christ performed a miracle. ഓരോ സന്ദർഭത്തിലും ക്രിസ്തു ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ The Bible says വേദപുസ്തകം പറയുന്നു He was moved with compassion യേശു മനസ്സലിവ് and കൊണ്ട് നിറഞ്ഞു performed the miracle. അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു. Matthew 9:35 and 36. മത്തായി 9:34-35 When He saw the multitudes, He was moved with compassion. യേശു ജനപുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. 14 and verse 14. 14 അധ്യായം 14 വാക്യം. When He saw the multitudes, He was moved with compassion and healed all who were sick. യേശു കർത്താവ് ജനപുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് എല്ലാ ആളുകൾക്കും സൗഖ്യം പകർന്നു. Cheer up my sick brother. അതുകൊണ്ട് രോഗിയായ സഹോദര Cheer ധൈര്യപ്പെടുക. up my sick sister. അതുകൊണ്ട് രോഗിയായ സഹോദരി നീ His സന്തോഷിക്കുക. mercy is going to heal you tonight. ദൈവത്തിന്റെ കരുണ നിനക്ക് സൗഖ്യം തരാൻ പോകുന്നു ഈ രാത്രിയിൽ. Not because of Dinakaran. ദിനകരന്റെ കാരണം കൊണ്ടല്ല, Not because of brother Paul. സഹോദരൻ ദിനകരൻ കാരണമായിട്ടല്ല. We will only pray. ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം But the ചെയ്യും. mercy and compassion of Christ will heal you. ക്രിസ്തുവിന്റെ മനസ്സലിവും കരുണയും നിങ്ങൾക്ക് സൗഖ്യം പകരും. How many believe that? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Give Him a good clap in advance. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി കരഘോഷം He'll be here in a few minutes. അല്പനിമിഷങ്ങൾ ക്ലേശ് ഇവിടെ വരും. Matthew 15:32 says, മത്തായി 15:32 പറയുന്നു, He multiplied the bread and fed the people യേശു കർത്താവ് ആ അപ്പത്തെ വർദ്ധിപ്പിച്ച് ജനങ്ങളെ പരിപോഷിപ്പിച്ചു. because He was moved with compassion. കാരണം എന്ത് കർത്താവ് യേശു മനസ്സലിവുള്ളവനായി Matthew തീർന്നു. 20:34 says, മത്തായി 20:34 പറയുന്നു, He healed the blind man because of His compassion. യേശുവിന്റെ മനസ്സലിവ് കാരണമായി അന്ധനായ മനുഷ്യന് യേശു സൗഖ്യം നൽകി. The Bible says, വേദപുസ്തകം the പറയുന്നു, leper came and cried to Him, കുഷ്ഠരോഗി വന്ന് യേശുവിനോട് കരഞ്ഞപേക്ഷിച്ചു, If you are willing, അങ്ങയ്ക്ക് you ഹിതമെങ്കിൽ can heal മനസ്സെങ്കിൽ me. എനിക്ക് സൗഖ്യമാക്കണം. Jesus said, യേശു I പറഞ്ഞു, am more than willing. എനിക്ക് അധികം I am മനസ്സുണ്ട്, more than willing. ഞാൻ അധികമായി മനസ്സുണ്ട്, Be cleansed now. സൗഖ്യമാക്കാം. Matthew 6:34 says, മത്തായി when He 6:34 saw the multitude, യേശുവിനെ He was പുരുഷാരത്തെ കണ്ടപ്പോൾ moved with compassion. യേശു മനസ്സലിവുള്ളവനായി തീർന്നു. And He began to talk to them about many things. അനേക സംഗതികളെ കുറിച്ച് അവരോട് സംസാരിക്കാൻ തുടങ്ങി. The sermon that I speak to you tonight, ഈ രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സന്ദേശം or the sermon preached to you last night, അല്ല, കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പ്രസംഗം not from our brains. ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്നല്ല. We fasted and fasted and fasted and got it from Jesus. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് യേശുവിൽ നിന്ന് ഇതൊക്കെ പ്രാപിച്ചിരിക്കുന്നു. Every word is meant for somebody in the crowd. ഓരോ വാക്കുകളും കൂട്ടത്തിലുള്ള ആർക്കോ വേണ്ടി നൽകപ്പെടുന്നു. Luke chapter 7:13 and 14. ലൂക്കോസ് 7:13-14. When He saw a widow crying ഒരു വിധവ കരയുന്നത് യേശു കണ്ടപ്പോൾ, because her only son died, അവളുടെ ഏകപുത്രൻ മരിച്ചതിനാൽ Jesus went to her, യേശു അവളുടെ അടുക്കൽ പോയി. moved with compassion. മനസ്സലിവ് നിറഞ്ഞവനായി, Woman, സ്ത്രീയെ cry not. നീ കരയണ്ട, Woman, സ്ത്രീയെ weep not. കരയണ്ട. And performed a miracle. ഒരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. Cheer up. ധൈര്യപ്പെടുക. God of mercy, കൃപയുടെ കർത്താവ്, God of mercy and grace, കരുണയുടെയും കൃപയുടെയും കർത്താവ്, full of compassion, is waiting to touch you. സമ്പൂർണ്ണ മനസ്സിലൂടെ നിങ്ങളെ തൊടാൻ വന്നിരിക്കുന്നു. But you see the climax of His mercy on the cross. എന്നാൽ ക്രൂശിലോ യേശു കർത്താവിന്റെ കരുണയുടെ പാരമ്യം നിങ്ങൾ കാണുന്നു. There were 2 thieves on both sides, യേശുവിന് 2 ഭാഗത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. and one man cried to Him, എന്നാൽ ഒരു മനുഷ്യൻ യേശുവിനോട് കരഞ്ഞപേക്ഷിച്ചു, Lord, കർത്താവേ, when you come in your kingdom, അങ്ങ് രാജത്വത്തിലേക്ക് മടങ്ങി വരുമ്പോൾ remember me. എന്നെ ഓർക്കണമേ, Remember me. എന്നെ ഓർക്കണമേ. Remember I was hanging with you. ഞാൻ അങ്ങോട്ട് ചേർന്ന് ക്രൂശിൽ കിടന്നല്ലോ, എന്നെ ഓർക്കണമേ. What did the Lord Jesus say? എന്താണ് യേശു കർത്താവ് മറുപടി പറഞ്ഞത്? He said, why wait until I come back? ഞാൻ മടങ്ങി വരുന്നതുവരെയും എന്തുകൊണ്ട് നീ I കാത്തു am moved നിൽക്കണം? with compassion for you now. ഇപ്പോൾ തന്നെ എനിക്ക് നിനക്കോട് മനസ്സലിവുണ്ട്. Now, ഇപ്പോൾ, today, ഇന്ന് you shall be in paradise with me. ഇന്ന് നീ എന്നോട് കൂടെ Not പരദീസയിലിരിക്കും. tomorrow, നാളെയല്ല, not the next hour, അടുത്ത മണിക്കൂറിലല്ല, but now. ഇപ്പോൾ, Today, ഇന്ന്. God is a God of today. ദൈവം ഇന്നത്തെ ഈ Let us not ദിവസം postpone ദൈവം മാറ്റിവെക്കുന്നില്ല. our healing tonight, നമ്മുടെ രോഗസൗഖ്യം ഇന്ന്, our miracle tonight, നമ്മുടെ അത്ഭുതം ഇന്ന്, the cleansing of our soul tonight. നമ്മുടെ ആത്മാവിന്റെ കഴുകൽ ഇന്ന്. He says today. യേശു പറഞ്ഞു ഇന്ന്. Why? എന്തുകൊണ്ട്? Mercy, കരുണ, mercy,
കരുണ. He is merciful. യേശു കരുണയുള്ളവൻ. He is gracious. യേശു കൃപാലുവാകുന്നു. He will do it now. യേശു അത് നിങ്ങൾക്കായി ഇപ്പോൾ ചെയ്യും. When President Richard Nixon lost his power, പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന് തന്റെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ, when the people rejected him, ആളുകളൊക്കെ അദ്ദേഹത്തെ തള്ളിപ്പളഞ്ഞപ്പോൾ, many of his colleagues were jailed. അദ്ദേഹത്തിന്റെ അനേക സഹപ്രവർത്തകർ ജയിലിലായി. There was one man ഒരു who മനുഷ്യനുണ്ടായിരുന്നു, was close to him. അദ്ദേഹത്തിന് അടുപ്പമുള്ളവൻ. He was also put in prison. അദ്ദേഹത്തെയും ജയിലിലാക്കി. He believed God. അദ്ദേഹം ദൈവത്തിൽ He വിശ്വസിച്ചു. thought someday he'll be released. ഏതെങ്കിലും ഒരു ദിവസം ജയിൽ മോചനം ലഭിക്കുമെന്ന് 1 മനസ്സിലാക്കി. year passed by. ഒരു വർഷം കടന്നുപോയി. 1 full year passed by. ഒരു സമ്പൂർണ്ണ വർഷം കടന്നുപോയി. One day ഒരു ദിവസം he lost his patience. തന്റെ ക്ഷമ അറ്റുപോയി. I'm waiting for 1 full year. ഒരു വർഷക്കാലം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. I am innocent. ഞാൻ നിഷ്കളങ്കനാകുന്നു. Why they jailed me? എന്തുകൊണ്ട് അവർ എന്നെ Where is കാരാഗ്രഹത്തിലാക്കി? God? എവിടെയാണ് ദൈവം? Is there a God of justice? നീതിയുടെ ഒരു ദൈവമുണ്ടെങ്കിലോ? He cried out openly. അവൻ ഉച്ചത്തിൽ ഇങ്ങനെ കരയാൻ തുടങ്ങി. He was behaving like a madman. ഒരു ഭോഷനെ പോലെ, മണ്ടനെ പോലെ. Exactly that moment, ആ തക്ഷണത്തിൽ, ആ സമയത്ത് the superintendent of the jail called him. ജയിലിന്റെ സൂപ്രണ്ടന്റ് അദ്ദേഹത്തെ വിളിച്ചു. Come immediately. ഉടനെ തന്നെ ഉള്ളിൽ വരിക. Some very big people are waiting for you. കുറെ വലിയ ആളുകൾ നിനക്കായി കാത്തു നിൽക്കുന്നു. He was not interested. എന്നാൽ എനിക്ക് താല്പര്യമില്ല. Reluctantly he went. വളരെ വിരസതയോടെ അവൻ അവിടേക്ക് പോയി. He saw his old friends. തന്റെ പഴയ സ്നേഹിതന്മാരെ അവർ കണ്ടു. They told him, അവർ അവനോട് പറഞ്ഞു, Chuck Olson, ചക്ക് ഓൾസൺ, here is the president's pardon. ഇതാ പ്രസിഡന്റിന്റെ ക്ഷമാപണം നിനക്ക് ലഭിച്ചിരിക്കുന്നു. He has shown mercy to you. പ്രസിഡന്റ് നിന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. He has totally forgiven all that you നീ have ചെയ്ത done. എല്ലാ സംഗതികളെയും സമ്പൂർണ്ണമായി അദ്ദേഹം ക്ഷമിച്ചിരിക്കുന്നു. Oh, he has pardoned you. അദ്ദേഹം നിനക്ക് ക്ഷമ നൽകിയിരിക്കുന്നു. He has pardoned you completely. സമ്പൂർണ്ണമായി നിനക്ക് ക്ഷമ നൽകിയിരിക്കുന്നു. You are free. നീ സ്വതന്ത്രനായിരിക്കുന്നു. Chuck ചക്ക് Olson, ഓൾസൺ, you are നീ free. സ്വതന്ത്രനായിരിക്കുന്നു. You are നീ free. സ്വതന്ത്രൻ തന്നെ. He could not believe his ears. അദ്ദേഹത്തിന് കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. And he cried അദ്ദേഹം out, കരഞ്ഞു വിളിച്ചു, thank God. ദൈവത്തിന് നന്ദി. There is a God in heaven സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, who is merciful and gracious. കൃപാലുവായവൻ, കരുണയുള്ളവൻ. There is a God who came down in the form of a ഒരു man, മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്ന ഒരു ദൈവമുണ്ട്. gave his life for me. തന്റെ ജീവിതം എനിക്കായി നൽകിയല്ലോ. Gave his life for me. തന്റെ ജീവിതം എനിക്കായി നൽകി. Oh, he began to praise God. അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. My brother, എന്റെ സഹോദര, my എന്റെ sister, സഹോദരി, tonight shall be your night of ഈ mercy. ദിവസം ദൈവത്തിന്റെ കരുണ ലഭിക്കുന്ന രാത്രിയാകുന്നു. Have you lost all hope? എല്ലാ ആശയും നഷ്ടപ്പെടുത്തിയോ? Need not. ഇല്ല, ആവശ്യമില്ല. Today is your day. ഇന്ന് നിങ്ങളുടെ ദിവസമാകുന്നു. Now he will come. ഇപ്പോൾ യേശു കടന്നു വരും. He has told us one thing. ഒരു കാര്യം നമ്മോട് പറഞ്ഞിരിക്കുന്നു. He said യേശു പറഞ്ഞു in John 14:14, യോഹന്നാൻ 14:14, if you need anything at any time, ഏത് സന്ദർഭത്തിലെങ്കിലും നിനക്ക് എന്തെങ്കിലും ആവശ്യമെങ്കിൽ ഞാൻ Let me അറിയട്ടെ. if you ask anything in my എന്റെ name, നാമത്തിൽ നീ എന്തപേക്ഷിച്ചാലും, not certain things, ഏതെങ്കിലും ചില സംഗതികളല്ല, but if you ask anything in my എന്റെ നാമത്തിൽ name, നീ ഏത് അപേക്ഷിച്ചാലും I will do. ഞാനത് ചെയ്യും. I will do. ഞാനത് ചെയ്യും. John 16:24, യോഹന്നാൻ 16:24 he യേശു said, പറഞ്ഞു, hitherto you have not asked anything in my ഇതുവരെയും name. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. Ask my children, എന്റെ കുഞ്ഞുങ്ങളോട് യാചിപ്പിൻ, it shall be given to അത് you. നിങ്ങൾക്ക് നൽകപ്പെടും. And the joy shall be full. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. That's what he said. അതാണ് യേശു പറഞ്ഞത്. Why he said like എന്തുകൊണ്ട് that? യേശു അങ്ങനെ പറഞ്ഞു? Because when he came in this കാരണം world, എന്ത്, യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ in the name of Jesus, യേശുവിന്റെ നാമത്തിൽ, the Bible says, വേദപുസ്തകം പറയുന്നു, Isaiah 53:11 and 12, യെശയ്യാവ് 53:11-12, he took everybody's sin upon him. യേശു എല്ലാവരുടെയും പാപം തന്റെ മേൽ ഏറ്റെടുത്തു. Matthew 8:17 മത്തായി says, 8:17 പറയുന്നു, he took every infirmity upon him, യേശു കർത്താവ് എല്ലാ ബലഹീനതകളും തന്റെ മേൽ ഏറ്റെടുത്തു. every sickness upon him. എല്ലാ രോഗവും തന്റെ മേൽ ഏറ്റെടുത്തു. Isaiah 53:4 says, യെശയ്യാവ് 53:4 പറയുന്നു, he took all our griefs and sorrows upon യേശു him. കർത്താവ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും തന്റെ മേൽ എടുത്തു. Galatians 3:13 says, ഗലാത്യർ 3:13 പറയുന്നു, he said, let every curse come upon myself. എല്ലാ ശാപങ്ങളും എന്റെ മേൽ വരട്ടെ എന്ന് യേശു പറഞ്ഞു. Let me bear every curse on the cross. ഞാൻ ക്രൂശിൽ എല്ലാവരുടെയും ശാപം ഏറ്റെടുത്ത് വഹിക്കട്ടെ. The Bible says he became a curse for us. വേദപുസ്തകം പറയുന്നു, യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. Are you afraid of death? നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നുവോ? Hebrews 2:9 says, എബ്രായർ 2:9 പറയുന്നു, he tasted death for every. യേശു കർത്താവ് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. He has not left anything. യേശു കർത്താവ് ഒന്നും വിട്ടുകളഞ്ഞില്ല. That's why he says, അതുകൊണ്ട് യേശു പറയുന്നു,
My എന്റെ children, കുഞ്ഞുങ്ങളെ, whatever may be your name, നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നാലും when you mention my നിങ്ങൾ name, എന്റെ നാമം ഉച്ചരിക്കുമ്പോൾ God will understand. ദൈവം അത് മനസ്സിലാക്കും. Oh, my son has taken every sin, എന്റെ മകൻ എല്ലാ പാവവും ഏറ്റെടുത്തിരിക്കുന്നു, सभी every के पापों burden को upon लिया, എല്ലാ himself. ഭാരവും അവന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. अपने ऊपर So लिया. I must grant the petition. One day, ഒരു ദിവസം when I was young, ഞാൻ my mother യുവാവായിരുന്നപ്പോൾ became very unconscious. എന്റെ അമ്മ പെട്ടെന്ന് അബോധാവസ്ഥയിലായി. She became unconscious. അമ്മ പെട്ടെന്ന് അബോധാവസ്ഥയിലായി. I was in a village. ഞാനൊരു ഗ്രാമത്തിലായിരുന്നു. The native doctor came. അവിടെയുള്ള പ്രാദേശിക ഡോക്ടർ വന്നു. He said, I want someone to come. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും കടന്നു വരട്ടെ, I'm going to give some deadly medicines. വളരെ മാരകമായ ഔഷധം ഞാൻ നൽകാൻ പോകുന്നു. That person should chew it. ആ വ്യക്തി അത് ചവയ്ക്കണം. And when I say, ഞാൻ പറയുമ്പോൾ she must breathe into the nostrils of this woman. ഈ സ്ത്രീയുടെ മൂക്കിലേക്ക് അതിനെ ശ്വസിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. When the smell goes into the nostrils, മൂക്കിലേക്ക് ഈ ശ്വാസം, ഈ മണം പോകുമ്പോൾ she will live. അവൾ ജീവിക്കും. But the person who will be chewing, that person's tongue and the entire inside mouth shall be burnt. എന്നാൽ ചവയ്ക്കുന്ന സ്ത്രീയുടെ നാവും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുമെല്ലാം കത്തിപ്പോകും. Blisters will come. അവിടെയൊക്കെ മുറിപ്പാടുകളും പൊള്ളലും ഉണ്ടാകും. Several weeks they will suffer. അനേകം ആഴ്ച കഷ്ടപ്പെടേണ്ടി വരും. Who will do that? ആരത് ചെയ്യും? My father's sister came. എന്റെ പിതാവിന്റെ സഹോദരി വന്നു. Her name was Sivakami. അവരുടെ പേര് ശിവകാമി എന്നാണ്. And she chewed it, അവർ അതിനെ ചവച്ചു. breathed into the nostrils of my mother. എന്റെ മാതാവിന്റെ മൂക്കിലേക്ക് അതിനെ ശ്വസിച്ചു. And my mother became alive. എന്റെ മാതാവ് ജീവിച്ചു. Then my auntie screamed. എന്റെ ആന്റിയോ കരഞ്ഞു വിലപിച്ചു. It's burning. അയ്യോ, ഇത് കത്തുന്നേ, जल रहा It's है. burning. ഇത് കത്തുന്നേ, It's burning. ഇത് കത്തുന്നേ. Several weeks she suffered. അനേകം ആഴ്ചകൾ അവർ കഷ്ടപ്പെട്ടു. हाय. Great merciful God came into this world 2000 years ago. വളരെ കൃപാലുവായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് കടന്നു വന്നു. He took every one of our sufferings upon himself. നമ്മുടെ എല്ലാവരുടെയും കഷ്ടതകളൊക്കെയും യേശു ശരീരത്തിൽ ഏറ്റെടുത്തു. Let me suffer. ഞാൻ കഷ്ടപ്പെടട്ടെ, Let my people live. എന്റെ ജനങ്ങളൊക്കെയും ജീവിക്കട്ടെ. That's why he said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, anytime you want anything, ഏത് സമയത്തും നിങ്ങൾക്ക് എന്താവശ്യമെങ്കിലും use my name എന്റെ നാമം ഉപയോഗിക്കുകയും and pray. നിങ്ങൾ പ്രാർത്ഥിക്കുകയും It shall be granted to you. അത് നിങ്ങൾക്ക് നൽകപ്പെടും. Like my auntie suffered on the cross. എന്റെ ആന്റിയെ പോലെ യേശു ക്രൂശിൽ കഷ്ടപ്പെട്ടു. None of you should be discouraged. നിങ്ങളിൽ ആരും തന്നെ നിരാശപ്പെടരുതേ. None of you should be discouraged. നിങ്ങളിൽ ആരും തന്നെ നിരാശപ്പെടരുതേ. Let us give a better clap to this great God who is merciful और आइए and उस पर gracious. आइए उस परमेश्वर के लिए जोरदार तालियां बजाएं जो अनुग्रहकारी और दया से भरा हुआ है. കർത്താവിനെ നമുക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കാം.